കഴിഞ്ഞ 2 തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടതും TDPയും നിതീഷ് കുമാറിൻ്റെയൊക്കെ ചരിത്രം അറിയാമല്ലോ. ഏത് നിമിഷവും ഏത് വള്ളത്തിലും കാല് വെച്ച് ഭയങ്കര അഭ്യാസിയാണ് പുള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരിക്കാൻ പോകുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പിന്തുണ കിട്ടിയതിന് ശേഷവും പല ചർച്ചകളിലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ മന്ത്രിസഭ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? കാരണം മുന്നണി മന്ത്രിസഭകളിൽ നിന്ന് അഭ്യാസം പഠിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ നിതീഷ് കുമാറും നമ്മുടെ TDPയുടെ നേതാവും. അപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളപ്പോൾ ഈ മന്ത്രിസഭ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? അല്ല, ഈ മന്ത്രിസഭ മുന്നോട്ട് പോകാതെ ഇന്ത്യ മുന്നണിയിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ? അവർ ശ്രമം തുടരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 16-12 എത്രയായി? അവർ ശ്രമം അവസാനിച്ചിട്ടില്ല. അല്ല, 16-12 235 സീറ്റുള്ള ഇന്ത്യ മുന്നണിയിൽ 34 പാർട്ടികൾ ഇപ്പോൾ ഉണ്ട്. ആ 34 പാർട്ടികൾ കൂടിയിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ 3-4 ഘടകകക്ഷികളും 245 സീറ്റുള്ള BJPയും അധികാരത്തിൽ വരുന്നതിന് എങ്ങനെയാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഇലക്ഷന് മുമ്പ് തന്നെയായിരുന്നല്ലോ ഇവരുടെ പണി. ഇലക്ഷന് മുമ്പും BJPയുടെ പുറകിൽ നടന്ന് BJP ഉപദ്രവിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ഷന് ശേഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു. 400+ എന്ന് പറഞ്ഞ് മുദ്രാവാക്യമായി BJP മുന്നോട്ട് പോയി. അത് BJPയുടെ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ 302 സീറ്റുണ്ടെന്ന് പറഞ്ഞു. 302 സീറ്റുമായിട്ട് നിൽക്കുന്ന ഒരു മുന്നണി എങ്ങനെ ഇന്ത്യ ഭരിക്കുമെന്ന് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ കൂടി ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുക. അതിൻ്റെ ജോണൊക്കെ ചോദിച്ചേ. 16 സീറ്റുള്ള നായിഡു, 12 സീറ്റുള്ള നിതീഷ് കുമാറും 9 സീറ്റുള്ള ശിവസേനയുടെ ഇപ്പം ശിവസേന ഉണ്ടല്ലോ, ഇവരുടെ കൂടെയുള്ള ശിവസേന, ഇവർ 4 പേരുടെ കൂടി ഇരുന്നാൽ തീരുന്ന കാര്യമേ ഉള്ളൂ NDAക്ക്. അതുള്ള കാര്യം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. 34 പേരുള്ള ഇന്ത്യ മുന്നണി 230 സീറ്റുള്ളവർ എങ്ങനെ ഇന്ത്യ രാജ്യം ഭരിക്കാൻ സാധ്യത എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 100 മാർക്ക് മേടിക്കാൻ വേണ്ടി പരീക്ഷ എഴുതിയതിനകത്ത് 80 മാർക്ക് ഇപ്പോൾ BJP കിട്ടിയുള്ളൂ. മനസ്സിലായി? തോൽവിയല്ലല്ലോ, 80% മാർക്കേ കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് സങ്കല്പിക്കാം. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും കൃത്യമായ ഒരു ഇപ്പോഴും കാണുന്ന നെറേറ്റീവ്സ് എല്ലാം അതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, വ്യാവസായിക ലോബി, ഫാർമസി ലോബി, ആയുധ ലോബി, ജോർജ് സോറസ്, അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ NGOs, പിന്നെ ജുഡീഷ്യറി, ഏതെല്ലാം സംവിധാനങ്ങളാണ് ഈ നമ്മുടെ ഈ മോദിക്കെതിരെ പ്രവർത്തിച്ചത്. ഈ 10 കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ തീരുമാനമെടുക്കുന്ന മോദി അല്ലെങ്കിൽ ഇന്ത്യ, ഏത് തീരുമാനമുണ്ടെങ്കിലും ഇന്ത്യയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ലോകം, അമേരിക്ക പോലെയും ജർമ്മനി പോലെയും പാകിസ്ഥാൻ പോലെയും ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ ശത്രുത, ഇതിനെയെല്ലാം അതിജീവിച്ചാണ് മോദി വന്നിരിക്കുന്നത്. അപ്പം മൂന്നാമത് മോദി ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഭരിക്കാൻ തുടങ്ങുന്നില്ല. ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് വീണ്ടും പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുമല്ലോ, ആളുകൾ ചോദിക്കുമല്ലോ. നമ്മളിപ്പോ കല്യാണം ആലോചിച്ചോണ്ട് പെണ്ണെങ്ങനെയുണ്ട്, വീട്ടുകാരെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കത്തില്ലേ? എന്നാലും ലക്ഷ്മി ദേവിയുടെ കൂട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടിട്ട് പിന്നെയും പെണ്ണെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു ആ ചോദ്യത്തിനകത്തൊരു അർത്ഥമില്ലാത്ത കാര്യമാണത് എന്ന് പറഞ്ഞുള്ള ചോദ്യമാണ്. ഇപ്പോൾ സാമാന്യ ഒരു മനുഷ്യന് പോലും മനസ്സിലാവും 300 വലുത്, 230 വലുത്, 235 വലുതെന്ന് മനസ്സിലാവും. ഇപ്പം 34 പാർട്ടികൾ കൂടി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയാണോ വലുത്? 4-5 ഘടകകക്ഷികളായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് നിൽക്കുന്ന BJP ഭരിക്കുന്ന മുന്നണിയാണോ വലുത്? അതിനെങ്ങനെ ഭരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ മറ്റവർക്ക് എങ്ങനെ ഭരിക്കാൻ സാധിക്കുന്നത്? ഇവിടുത്തെ ഏറ്റവും ആയുധ ലോബി, നമ്മൾ സ്വന്തമായിട്ട് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. പണ്ട് ആയുധങ്ങൾ മേടിക്കുകയായിരുന്നു. അതായത് ആയുധ ലോബി നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ ഉള്ളതും. ആ സ്ഥാനത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് സാധ്യതയില്ല വരുന്നൊരു കാര്യം നിസ്സാര ലോബിയല്ല ലോകത്ത് ആയുധ ലോബി. അതുപോലെ ഫാർമസി ലോബി അതിനെക്കാട്ടി വലിയ ലോബിയാണ്. നമ്മൾ കഴിഞ്ഞ ഈ കൊറോണ സമയത്ത് ലോകത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മളെല്ലാവരും ലോകത്തിൻ്റെ മരുന്നിന് കേന്ദ്രി ക്യൂ നിൽക്കുന്ന ഇന്ത്യയെ പ്രതീക്ഷിച്ചിടത്ത് ലോകം നമ്മളുടെ മുമ്പിൽ കൊറോണ മരുന്നിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഇവിടെ കൊറോണ മരുന്ന് അല്ലെങ്കിൽ മരുന്നുണ്ടാക്കി ലോകത്തിന് മൊത്തം ദരിദ്ര രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വിറ്റു. ഈ രീതിയിലേക്ക് രാജ്യം വരെ ബഹിരാകാശ സംവിധാനത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേർന്നിട്ടിരിക്കുക. 1, 2, 3 രാജ്യം എണ്ണുമ്പോൾ ഇന്ത്യയുടെ പേര് വരും.
പല റോക്കറ്റുകളും വിക്ഷേപിക്കാൻ ഇവിടെ കൊണ്ട് നിന്നിട്ട് നമ്മൾ വാടകയ്ക്ക് വിക്ഷേപിച്ച് കൊടുക്കുന്ന രാജ്യമായിട്ട് മാറി. ഈ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ എങ്ങനെയും തകർക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന പണ്ട് ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ഈ പല രാജ്യങ്ങളുടെയും സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള കമ്പോളമായിരുന്നു. ഇന്ന് പല സാധനങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വെളിയോട്ട് കയറ്റി. വ്യവസായികൾ മൊത്തവും ലോക വ്യവസായികൾ മൊത്തവും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റ് വ്യവസായ മേഖല കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എയർ ഇന്ത്യ സ്വകാര്യ മേഖലയെ കൊടുത്തു. സ്വകാര്യ മേഖലയെ കൊടുത്ത് എയർ ഇന്ത്യ വിൽക്കാൻ വെച്ചണക്കെ വിൽക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ പറയുന്നത് എയർ ഇന്ത്യ മോദി വിരുദ്ധർ പറയുന്ന എയർ ഇന്ത്യ വിറ്റ് കളഞ്ഞു. എയർ ഇന്ത്യ വിൽക്കാൻ വെച്ചണക്കെ മേടിക്കാൻ ആളില്ല. പിന്നെ ടാറ്റ പോലെയുള്ളവർക്ക് അവർക്ക് പണ്ട് എയർ ഇന്ത്യ അവരുടെ നിന്ന് പോയതായതുകൊണ്ട് ഒരു നമ്മളീ പറയത്തില്ല, കുടുംബം മുടിഞ്ഞു പോകുന്ന സമയത്ത് കുടുംബം വിറ്റുപോയി പിന്നെ ഏത് പൈസയും കൊടുത്ത് തിരിച്ചു മേടിക്കുന്നു എന്ന് പറയുന്ന പോലെ അതേ മാനസികാവസ്ഥ കൊണ്ട് എയർ ഇപ്പോൾ 1000 വിമാനം 1500 വിമാനം 1000 വിമാനത്തിൽ ആ വിമാനം അമേരിക്കയുടെ കയ്യിൽ നിന്നും വേറെ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരിവിടെ വന്ന് കമ്പനി സ്ഥാപിക്കുകയാണ്. ലക്ഷക്കണക്കിന്, അതായത് അമേരിക്ക പോലുള്ള കമ്പനി ഇവിടെ വന്ന് ഈ വിമാനത്തിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോവുക. ഇന്ത്യ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകണം. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ജോർജ് സോറസ് പോലുള്ള 7000 കോടി രൂപയാണ് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ അല്ലെങ്കിൽ മോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ജോർജ് സോറസ് മാറ്റിവെച്ചത്. ഇവിടുത്തെ വ്യവസായികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് അദാനി പോലെ അംബാനി പോലെ ലോക വ്യവസായികളുടെ നമ്പറിലേക്ക് ഇന്ത്യൻ വ്യവസായികൾ മാറുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം. ഇതിന് കൂട്ടുനിൽക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ജോർജ് സോറസ് പോലെയുള്ളവർക്ക് എങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കാമോ അദ്ദേഹം വെളിയിൽ പ്രസംഗം ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി, അവരുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി, ഇതിനെല്ലാം അല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നു. ജോർജ് സോറസ് കഴിഞ്ഞ 2023 നടത്തിയ പ്രസംഗം അതേ രീതിയിലല്ലേ രാഹുൽ ഗാന്ധിയോട് പറയുന്നത്. രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ പറയുന്നു. ഇന്ത്യയുടെ കാര്യങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു പ്രതിപക്ഷ നേതാവ്, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അല്ല രാജ്യത്തിൻ്റെ താല്പര്യം വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ ഇവിടുന്ന് വെളിയിൽ പോയാണ് ഇവിടെ ജനാധിപത്യ സംവിധാനം തകരാറാണെന്ന് പറയുന്നത്. ഇവിടെ വെളിയിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് മോശമാണ്, മോദി മോശമാണ്, ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ട്, ഇന്ത്യക്കകത്ത് വർഗീയ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണോ ഒരു ഇന്ത്യയെ നാളെ കാലത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് വെച്ച് നടന്ന് ലോകം മൊത്തം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്? അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു. അല്ലെങ്കിൽ വിരുദ്ധ ശക്തികൾക്ക് ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇവിടുത്തെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന മോശ കാര്യങ്ങളെല്ലാം ലോകത്ത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് മോദി ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിലെ ട്രംപിനെ താഴെ ഇറക്കുന്നതിന് ഇസ്ലാമിസ്റ്റ് ലോബികളുണ്ട്. ഇസ്ലാമിസ്റ്റ് ലോബികളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇസ്ലാമിസ്റ്റ് ലോബികൾ ഉൾപ്പെടെയുള്ളതാണ് ട്രംപിനെ താഴെ ഇറക്കിയത്. അജയനായിരുന്നു. കാരണം അദ്ദേഹം ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി വന്നല്ലോ. ചരിത്രത്തിന്റെ നാളുകളിൽ അമേരിക്കയുടെ ഒരു പ്രധാനമന്ത്രി ഇത്ര അപ്രസക്തനായിട്ടുണ്ടോ? ജോ ബൈഡൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യ 10 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ പോയി. 55 കൊല്ലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചു. നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ത്യക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യ പോലെയും അമേരിക്ക പോലെയും അല്ലെങ്കിൽ ചൈന പോലെയുമുള്ള രാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടുത്തെ ഭരണാധികാരികളെ പോലും തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ 10 കൊല്ലം കൊണ്ട് പോയി. ഇന്ത്യയുടെ അഭിപ്രായത്തിനകത്ത് വേറൊരാളുടെ അഭിപ്രായം പറഞ്ഞാൽ അത് അങ്ങ് മാറ്റിവെച്ചേരെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് മൂന്നാമതും മോദി അധികാരത്തിൽ വന്നിരിക്കുന്നത്. മോദി നമ്മളോട് ഇല്ല, നമ്മൾ അജയ്യനാണെന്ന് കണ്ട് നമ്മളോട് താല്പര്യവും കരുത്തും കാണിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക നമ്മളോട് താല്പര്യമാണ്, അല്ലെങ്കിൽ ജർമ്മനിക്ക് താല്പര്യം, ലോകരാജ്യങ്ങൾക്ക് മൊത്തം താല്പര്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കരുത്തനായതുകൊണ്ട്. നമ്മളോടിപ്പം കൂടിച്ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. പണ്ട് നമുക്ക് താക്കീതുകൾ തരുമായിരുന്നു. ഇപ്പം ഇവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ സൗദി അറേബ്യ നമുക്ക് ഇന്ധനം തരത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചു. അമേരിക്ക പറഞ്ഞല്ലോ റഷ്യയിൽ നിന്ന് ഇന്ധനം മേടിക്കരുതെന്ന്. നമ്മൾ കേട്ടോ? നമ്മളെന്ത് ഒന്നും ചെയ്തില്ല. നമ്മൾ അവിടുന്ന് ഇന്ധനം മേടിച്ചുകൊണ്ടുവന്ന് കടലിൽ വെച്ച് ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് കുറച്ച് കാശുണ്ടാക്കിയില്ലേ? നമ്മൾ ഇവിടെ നിറച്ചിട്ട് കോടാനുകോടി രൂപ വിദേശ കറൻസി നമ്മൾ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഇത് പണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇത്തരത്തിൽ ഒരു കരുത്തുറ്റ രാജ്യം നമ്മുടെ രാജ്യത്ത് വന്ന് വിധ്വംസ പ്രവർത്തനം നടത്തി മറ്റു രാജ്യങ്ങളിൽ പോയി ഒളിച്ചിരിക്കുന്നവരെ അവിടെ വെച്ച് നമ്മൾ കൊല്ലുന്നതാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നേരത്തെ ഇസ്രായേൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് ശത്രുക്കൾ ഏത് രാജ്യത്ത് നിന്ന് ആരെയും വെടിവെച്ചു കൊല്ലും. ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥയിൽ ആ ഇന്ത്യ മഹാരാജ്യത്തെയാണ് മോശമാണെന്ന് കണ്ട് ജോർജ് സോറസ് മോശമാക്കാൻ നോക്കുമ്പോൾ ആ ജോർജ് സോറസിൻ്റെ NGOകളെ പ്രൊമോട്ട് ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ, ആ ജോർജ് സോറസിൻ്റെ NGO പ്രൊമോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ചില
പ്രശാന്ത് ഭൂഷൺ പോലെയുള്ള വക്കീലന്മാർ, വക്കീല്. ഇവിടുത്തെ ജുഡീഷ്യറി അവർക്ക് താല്പര്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ഇവിടുത്തെ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട്. അപ്പം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഇതിനെയെല്ലാം അതിജീവിച്ച് മൂന്നാമത് വരുന്ന ഒരു മോദിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളീ പറയുന്ന 16ഉം 12ഉം സീറ്റുള്ള ഘടകകക്ഷി 9 സീറ്റുള്ള ഈ 4 പേര് കൂടി ഇരുന്ന് തീരുമാനിച്ചാൽ തീരുന്ന കാര്യമാണ് ഇന്ത്യ മുന്നണിക്കകത്തുള്ളത്. അത് 5 കൊല്ലവും കൃത്യമായിട്ട് അവർ ഭരിച്ചുകൊണ്ടുപോകും. അതിന് കരുത്തുള്ള ഭരണാധികാരി തന്നെയാണ് മോദിയും അമിത്ഷായും ഒക്കെ. അത് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒന്നിനും കൊള്ളില്ല, ഒന്നും നടക്കില്ല എന്ന് കണ്ട് ഇവിടുത്തെ വിദേശ ഫണ്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി വിദേശത്തു നിന്ന് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ വിദേശത്തെ ആൾക്കാർ ഇങ്ങോട്ട് സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഒരു രാജ്യത്തേക്ക് വിദേശ ഫണ്ടുകൾ വരുന്നതിന് മടിയുണ്ടാവും, അല്ലെങ്കിൽ വിദേശ വ്യവസായികൾ വരുന്നതിന് മടിയുണ്ടാവും. അപ്പം സുരക്ഷിതമല്ലാത്തതാണ്. അപ്പം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിന് സഹായമാകുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. അല്ലാതെ എൻ്റെ കണക്കനുസരിച്ചും അല്ലെങ്കിൽ അറിയാവുന്നവരുടെ കണക്കനുസരിച്ചും യാതൊരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ചന്ദ്രബാബു നായിഡുവിന് ആ സംസ്ഥാനത്ത് കൃത്യമായിട്ട് ഭരിച്ചു പോകണമെങ്കിൽ നരേന്ദ്രമോദിയെ കൂടി നിന്നേ മതിയാവുള്ളൂ. രണ്ടാമത് പാക്കേജും കാര്യങ്ങളും ഒക്കെ വേണം. പ്രശ്നങ്ങളുണ്ട്. അപ്പുറത്ത് YSR കോൺഗ്രസിന്റെ നേതാവ് നിൽക്കുന്നത് നരേന്ദ്രമോദി വിചാരിച്ചാൽ അദ്ദേഹം ചന്ദ്രബാബു നായിഡു സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് ചന്ദ്രബാബു നായിഡുവിനെ ഈ സ്ഥാനത്ത് കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുമെങ്കിൽ വീണ്ടും YSRനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ BJPക്ക് സാധിക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ചന്ദ്രബാബു നായിഡു വെളിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ ഇവർ രണ്ടു കൂട്ടരും മനസ്സിലാക്കട്ടെ. അപ്പം നിതീഷ് കുമാറിന്റെ കാര്യം പറഞ്ഞാൽ നിതീഷ് കുമാർ പഴയ ഇതൊന്നും വരെ 10-12 പേരെ ഉള്ളൂ. നിതീഷ് കുമാർ പിണങ്ങിപ്പോയാൽ ചിലപ്പം 12 കൂടെ 12 MP ഉണ്ടാവണമെന്നില്ല. മാത്രവുമല്ല, അമിത്ഷായാണ് നരേന്ദ്രമോദി നിൽക്കുന്നിടത്ത് ഇന്ത്യ മുന്നണി 34 പാർട്ടി ഇന്ന് മുതൽ അതിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. ഈ കൂട്ടുചേരലിലും അല്ലെങ്കിൽ അതെ കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. ഒരു 6 മാസത്തിനകം ഈ ഇന്ത്യ മുന്നണിയുടെ പല പാർട്ടികളും NDA മുന്നണിയുടെ ഭാഗമായാലും നമുക്ക് അതിശയപ്പെടാനില്ല. നമ്മൾ വളരെ കാലം കൊണ്ട് രാഷ്ട്രീയം കാണുന്നത്. അപ്പോൾ യാതൊരു കുഴപ്പവും വരാതെ നരേന്ദ്രമോദി വീണ്ടും 5 കൊല്ലം ഭരിക്കും. അതിനപ്പുറം ഭൂരിപക്ഷവുമായിട്ട് വീണ്ടും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ.